ജീവിതത്തിൽ പ്രതിസന്ധികളുടെ മേൽ പ്രതിസന്ധികൾ വരുമ്പോൾ ദീനിന്റെ വില മനസ്സിലാവും. അപ്പോഴാണ് നമുക്ക് ദീനിന്റെ വില എന്താണ് ദീൻ എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും. നമുക്കറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് OMA സലീമിന്റെ മകൾ മെഡിക്കൽ വിദ്യാർത്ഥി ഫാത്തിമത്ത് തസ്കിയ എന്ന പെൺകുട്ടി ഒരു ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെട്ടപ്പോൾ ആ പോപ്പുലർ നേതാവ് ജയിലിൽ നിന്ന് വന്ന്, നമുക്കറിയാം ജയിലിൽ നിന്ന് 3 ദിവസത്തെ പരോളിന് വന്ന്, കണ്ണീരില്ല, കരച്ചിലില്ല. എങ്ങനെയാണ് ക്ഷമിക്കാൻ പറ്റുക ഒരു പിതാവിന്? മകളെ മെഡിക്കലിൽ പഠിപ്പിക്കുന്ന ഇയാൾ ജയിലിലാണ്, അത് മരണ വാർത്തയാണ് അറിഞ്ഞു വരുന്നത്. എന്നിട്ട് പൊട്ടിക്കരച്ചിലില്ല. എന്നിട്ട് ആ പിതാവ് പറഞ്ഞെന്തറിയോ, എന്റെ മകള് ഖുർആൻ ഓതുന്നവളായിരുന്നു, നല്ല രീതിയിൽ ഖുർആൻ ഓതുന്നവളായിരുന്നു. എന്നിട്ടും ഇങ്ങനെ കബറിലേക്ക് വെക്കുന്ന ഷഹാദത്തിന്റെ കൂലി കൊടുക്കട്ടെ, മയ്യത്ത് നിസ്കരിക്കുന്നു, കരയുന്നില്ല. അതെങ്ങനെ സാധിക്കുന്നു? അതാണ് ദീന്. ദീന് മാത്രമാണ് അതിന്. അത്തരം പ്രതിസന്ധികളിൽ നമ്മളെ പിടിച്ചു നിർത്തുക. അവിടെയാണ് നമുക്ക് ദീനിലൂടെ സമാധാനം കിട്ടുക. അതിനാണ് ദീനുള്ളത്. ആ പിതാവ് ദീനിയായതുകൊണ്ട്, അള്ളാഹുവിൽ അത്രമാത്രം വിശ്വാസമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിഞ്ഞത്. അവിടെ ഖബറിലേക്ക് വെക്കുമ്പോൾ എന്റെ മകൾ മെഡിക്കൽ പഠിച്ച് ഡോക്ടറാകേണ്ടവളാണ് എന്നല്ല അഭിമാനം കൊണ്ടത് ആ പിതാവ്. എന്റെ മകൾ ഖുർആൻ ഓതുന്നവളായിരുന്നു, നന്നായി നിസ്കരിക്കുന്നവളായിരുന്നു. കാരണം ഇനി മരണശേഷമുള്ള ലോകത്ത് അത് മാത്രമായിരിക്കും ആ മകൾക്ക് ഉപകാരം കിട്ടുക. ആ മകൾക്ക് സ്വർഗത്തിലേക്ക് പോകുമെന്ന് ആ പിതാവിനറിയാം. കാരണം ഖുർആനും പഠിപ്പിച്ചിട്ടുണ്ട്, നിസ്കരിക്കുക. അവിടെയാണ് നമ്മൾക്ക് ദീനിന്റെ വില മനസ്സിലാവുക. സുഹൃത്തു, നമ്മള് ഓരോ പ്രതിസന്ധികൾ വരുമ്പോ, എന്റെ ഉമ്മാക്ക് ചികിത്സ ഞാൻ കൊടുത്തു, ഉമ്മാന്റെ ചികിത്സന്റെ കടം വീട്ടിൽ വരുമ്പോ മകൾക്ക് സുഖമില്ലാതായി, മക്കൾക്ക് സുഖമില്ലാതായി, പിന്നെ ക്യാൻസറായി, പിന്നെ കടങ്ങളായി. അങ്ങനെ ഓരോ ജീവിതത്തിൽ ഇങ്ങനെ പ്രതിസന്ധി വരുമെന്നായി വരുമ്പോ നമ്മൾ അധിക പേരും ഈമാൻ കുറവുള്ള ആൾക്കാർ എന്താ ചിന്തിക്കുക? എന്തിനാണ് റബ്ബെ ഞാൻ നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, വീണ്ടും എന്തിനാണ് റബ്ബെ എനിക്കിങ്ങനെ പരീക്ഷണം തരുന്നത്? ഒന്നും ശരിയായി പോകുന്നില്ലല്ലോ. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുകയാണ്. അതായത് നമ്മളുടെ കർമ്മങ്ങൾ നാളെ നമുക്ക് ഉപകാരപ്പെടില്ല നിസ്കാരം എന്ന് അള്ളാഹ് മനസ്സിലാകുമ്പോൾ ഇത്തരം പരീക്ഷണം തരുന്നു. നമുക്ക് അള്ളാഹു സ്വർഗം നമുക്ക് തരാൻ വേണ്ടിയാണ് ഇത്തരം പരീക്ഷണങ്ങൾ തരുന്നത്. സുഹൃത്തുക്കളെ, നമുക്ക് ഇവിടെ എന്ത് വന്നാൽ സഹിക്കാൻ പറ്റും. ഒരു തലവേദന വന്നാൽ ഒരു ഗുളിക കടിച്ചാൽ അത് മാറും. എന്ത് പ്രതിസന്ധി ആയാലും നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് അള്ളാഹു തരും. നമുക്കൊക്കെ താങ്ങാൻ പറ്റാത്ത ഒരു പരീക്ഷണം റബ്ബ് തരില്ല. അങ്ങനെ നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് സ്വർഗം എളുപ്പമാക്കി തരികയാണ് അള്ളാഹു. അപ്പൊ നാളത്തെ പരലോകത്തെ വേദന അത് ഒരാൾക്കും സഹിക്കാൻ പറ്റില്ല. ഇവിടെ എത്ര മാക്സിമം നമ്മൾ സഹിച്ചാലും മരണത്തോടുകൂടി തീർന്നു, പിന്നെ ആ വേദന ഇല്ല. പക്ഷെ മരണശേഷമുള്ള ലോകത്ത് നമുക്ക് അതിന് നരകാഗ്നി നമുക്കത് സഹിക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ. അവിടുത്തെ നരകശിക്ഷ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ നിന്ന് എന്റെ ഈ ഒരു അടിമയെ എനിക്ക് രക്ഷപ്പെടുത്തണം എന്ന് അള്ളാഹു തീരുമാനിക്കുമ്പോൾ നമുക്ക് പരീക്ഷണം തരും. അള്ളാഹു സ്വർഗം നമുക്ക് തരണമെന്ന് ഉദ്ദേശിക്കുമ്പോഴാണ് നമുക്ക് ഒന്നിനു പിറകെ ഒന്നായി പരീക്ഷണം തരുന്നത്. അങ്ങനെ പരീക്ഷണം നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് ദറജ അള്ളാഹു ഉയർത്തി തരുന്നത്. ഒരുപാട് ഇബാദത്ത് ഹജ്ജും ഒക്കെ ചെയ്ത അതിനെക്കാട്ടി മുകളിലേക്ക് നമ്മളെ ദറജ നമ്മൾ ക്ഷമിക്കുന്നതിലൂടെ. നമ്മൾ ഒരുപാട് നിസ്കരിക്കണ്ട, ഒരുപാട് ഹജ്ജ് ചെയ്യേണ്ട, പക്ഷെ ഈ ക്ഷമിക്കുന്നതിന് ഫലമായി ഓരോ വേദന നമ്മൾ സഹിക്കുമ്പോൾ, കാലിന്റെ മുള്ളിന്റെ വേദന നമ്മൾ സഹിക്കുന്നാലും അതിനും അള്ളാഹു നമ്മുടെ പാപങ്ങളെ പൂർത്തിയിരുന്നെങ്കിൽ, ഒരു രോഗിയായി കിടക്കുമ്പോൾ, ഒരു ക്യാൻസറായി ഒരാൾ പേഷ്യന്റ്, വയറ് മുഴുവനും എപ്പോഴും വേദന, തലവേദന, ബ്രെയിൻ ട്യൂമർ, ഈ വേദനയൊക്കെ സഹിക്കുമ്പോൾ അവരുടെ എല്ലാ പാപങ്ങളും അള്ളാഹ് ഇവിടെ തന്നെ കഴുകിക്കളയാണ്. നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഒരു പാപങ്ങളില്ലാതെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ സുഖമായി ജീവിച്ച ആൾക്കാർ, രോഗമില്ലാതെ ജീവിച്ച ആൾക്കാർ അള്ളാഹുവിനോട് പറയും, എത്ര റബ്ബേ, അങ്ങനെയാണെങ്കിൽ എനിക്കും ഈ ദുനിയാവിൽ വെച്ച് എന്റെ ശരീരം കീറി മുറിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഇത്രയും പ്രതിഫലം നീ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാനും ഒരു രോഗിയായെങ്കിൽ എത്ര നന്നായേനെന്ന് ഇവിടെ സുഖമായി ജീവിച്ച ആൾക്കാർ റബ്ബിനോട് പറയും അത്രേ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, രോഗിയായാൽ നമ്മൾ പ്രതിസന്ധികൾ വരുമ്പോൾ, നമുക്ക് പരീക്ഷണം വരുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ കുറ്റപ്പെടുത്തരുത്. എന്റെ വീട് ശരിയില്ലേ, വീട് വിൽക്കണോ, അങ്ങനെ ഇങ്ങനെ നേർച്ച വെക്കണോ, അവിടെ പോണോ, ഇവിടെ പോണോ, ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. അത് റബ്ബിന് അടുക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ വില മനസ്സിലാവാനും നമ്മൾ കൂടുതൽ അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ കരയാനും നമ്മളെ അത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന പരീക്ഷണമാണ്. നമ്മൾ അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇനി നിസ്കരിച്ചുകൊണ്ട് കാര്യമില്ല, ഞാൻ നിസ്കരിക്കുന്നില്ല, അങ്ങനെ ചെയ്ത് ഇബ്ലീസിന്റെ വഴിയിലേക്ക് പോകരുത്. അതും നമുക്കറിയാം, പ്രവാചകന്മാർ അറിയാല്ലേ, നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ട ആൾക്കാർ പ്രവാചകന്മാരാണ്. അയ്യൂബ് നബി നിങ്ങൾക്കറിയാം, രോഗിയായി വല്ലാത്തൊരവസ്ഥയായി, ശരീരം മുഴുവനും വേദന, പിന്നെ ചൊറിച്ചിലും വന്നപ്പോൾ ഭാര്യ ഉപേക്ഷിച്ചു പോയി അയ്യൂബ് നബിയെ. എന്നിട്ടും അയ്യൂബ് നബി എന്താ പറഞ്ഞ, റബ്ബേ എന്റെ നാവ് മാത്രം എനിക്ക് നീ തന്നാ മതി, എനിക്ക് ദിക്ർ ചൊല്ലാൻ അറിഞ്ഞാൽ മതി. അങ്ങനെയാണ് അയ്യൂബ് നബിയുടെ പരീക്ഷണം. അങ്ങനത്തെ പരീക്ഷണം നമ്മൾ നേടിയിട്ടുണ്ടോ? വേണ്ട. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പം മുതലേ ഉമ്മ മരണപ്പെട്ടു, 6 വയസ്സുള്ളപ്പോൾ ഉമ്മ മരണപ്പെട്ടു. റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ തന്നെ മക്കളെ നഷ്ടപ്പെട്ടു, സ്വന്തം നാട്ട് മക്കയിൽ നിന്ന് ഓടിക്കപ്പെട്ടു, മദീനയിലേക്ക് വരേണ്ട, അങ്ങനെ ഒരുപാട് വേദനകൾ. പട്ടിണിയായിരുന്നില്ല റസൂലുള്ള. 3 മാസക്കാലം അവിടുത്തെ അടുപ്പ് പുക വന്നിട്ടില്ല. അത്രയും ഈത്തപ്പഴം അതുപോലെ നിലത്തും കിടന്നു ജീവിച്ച റസൂലുള്ള. അത്രയും വരെ പരീക്ഷണങ്ങൾ. അപ്പൊ പ്രവാചകന്മാർ അള്ളാഹു ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ അത്രയും ബുദ്ധിമുട്ട് കൊടുത്തത്? ഇഷ്ടം കൂടുതൽ കൊണ്ടാണ്. കാരണം ഈ ദുനിയാവ് നമുക്കുള്ളതല്ല, നമുക്ക് പരലോകമാണ് അള്ളാഹു തരാൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടെസ്റ്റുകളും പരീക്ഷണങ്ങളും വിഷമങ്ങളും സഹിക്കേണ്ടി വരും. അള്ളാഹു എന്നെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി കൂടുതൽ ഇബാദത്ത് ചെയ്യുക, കൂടുതൽ ക്ഷമിക്കുക.
ക്ഷമിക്കുക, അള്ളാഹുവിൽ തവക്കുലേക്കുക. മരണശേഷമുള്ള ജീവിതം ഇൻഷാ അള്ളാഹ് അവിടെ നമ്മൾ വിജയിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്ത് പ്രതിസന്ധി വന്നാലും തളരരുത്. അള്ളാഹുവെ, എന്നെ ഈ പരീക്ഷണത്തിൽ ക്ഷമിക്കാനുള്ള കരുത്ത് നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്യുക. നമ്മൾ കാണുന്നല്ലേ മുസ്ലിം ലോകം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ. ഗാസയിലും ഫലസ്തീനിലും അവിടെ എത്ര കുട്ടികൾ ഉമ്മ നഷ്ടപ്പെട്ടു, എത്ര വേദനകളാണ് അവർ സഹിക്കുന്നത്. അതൊക്കെ അള്ളാഹുവിന് ഇഷ്ടമില്ല എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. അവരൊക്കെ സ്വർഗ്ഗലോകത്ത് ആറി പറന്ന് നടക്കുന്നുണ്ടാവരും. ഉമ്മമാർ മക്കളെ ഉമ്മമാർ കാത്തിരിക്കുന്ന ആ സ്വർഗ്ഗലോകത്ത് അവരുണ്ടാവും. നമ്മൾ ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്.